തുറന്ന വിപണിയുടെ എല്ലാവിധ സൗകര്യങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ വളരുന്നത്. കമ്പോളം നിശ്ചയിക്കുന്ന ഒരു മധ്യവർഗ ഉപഭോക്തൃ ജീവിതക്രമമാണ് പൊതുവിൽ പലരെയും നയിക്കുന്നത്. അണുകുടുംബങ്ങൾ, സാമൂഹ്യ ബന്ധമില്ലായ്മ, ഇതെല്ലാം നമ്മുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ 4 ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെട്ട നിലയിൽ ജീവിച്ചു തീർക്കുന്നവരാണ് പലരും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ കുറ്റകരമായ സമീപനമാണ് നാം സ്വീകരിക്കുന്നത്. വേലികെട്ടി വളർത്തുന്ന ഒരു പ്രവണത ചില രക്ഷിതാക്കളെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലതല്ല, പലതാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നും അതിലുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയൊരു മനോഭാവം വളർന്നു വരികയാണ്. അതോടൊപ്പം പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള കോച്ചിങ് വലിയ പണം മുടക്കി ചെറുപ്രായത്തിലേ തുടങ്ങുകയില്ലേ. അതിൻ്റെ ഭാഗമായി ആ ലക്ഷ്യത്തോടെയാണല്ലോ നഴ്സറി ക്ലാസ്സിലടക്കം കുട്ടിയെ ചേർക്കുന്നത്. കുട്ടിയുടെ കുട്ടിത്വം ഇല്ലാതായി പോവുകയാണെന്ന്, അതല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാനസികോല്ലാസത്തിനുള്ള സമയമോ സാഹചര്യമോ ഉണ്ടാകുന്നില്ല. വൈകുന്നേരങ്ങളിലെ കളിക്കളങ്ങൾ, സൗഹൃദ കൂട്ടായ്മകൾ നിഷേധിക്കപ്പെട്ട എത്ര കുട്ടികളാണ് നമ്മുടെ എല്ലാം കൺമുന്നിൽ തന്നെയുള്ളത്. നമ്മളെല്ലാം ഈ മണ്ണിൽ ജീവിക്കുന്നവരാണല്ലോ. എത്ര കുട്ടികളുണ്ട് അങ്ങനെ? ഓൺലൈൻ ഗെയിം, അതിൻ്റെ പിന്നിൽ വലിയ ഹൃദയശൂന്യതയല്ലേ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുന്നു. സാമൂഹ്യ ബന്ധങ്ങളുടെ ഊഷ്മളത തീർത്തും അന്യം നിന്നു പോകുന്നു. ഇതൊക്കെയാണ് നാം ആലോചിക്കേണ്ടത്. അരാഷ്ട്രീയത ഒരു പ്രശ്നം തന്നെയാണ്. അത് ഒരു ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ട ഒരു ഇനമാണ്. കാരണം വിദ്യാർത്ഥികൾ പലതരത്തിലാണല്ലോ, പല സ്ഥാപനങ്ങളിലാണല്ലോ പ്രവർത്തിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളും എയ്ഡഡ് സ്ഥാപനങ്ങളും മാത്രമല്ലല്ലോ, അതിന് പുറത്തുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ടല്ലോ. അവിടങ്ങളിലൊക്കെ വല്ലാത്തൊരു അരാഷ്ട്രീയത വളർന്നു വരുമ്പോൾ കുട്ടികളിലുള്ള ജനാധിപത്യ സംസ്കാരം, ചെറുപ്പത്തിലേ വേണ്ട ആ സംസ്കാരം ഇല്ലാതെ വരുന്നുണ്ട്. നമ്മുടെ സീനിയർ ജൂനിയർ തർക്കങ്ങൾ, വിഭാഗീയത, ഗ്യാങ് സംഘർഷങ്ങൾ, മയക്കുമരുന്ന് കൈമാറ്റങ്ങൾ, പ്രാദേശിക വികാരത്തിലൂന്നിയ സംഘടനകൾ, ഇതൊക്കെ ഏറിയ കൂറും പൊക്കുന്നത് അരാഷ്ട്രീയ ക്യാമ്പസുകളിലാണ്. അതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ഒരു പുതുതലമുറയെ രൂപപ്പെടുത്തുന്നതിനാണ് ഇത് ഇടയാക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ ബോധവും രാഷ്ട്രീയ സാക്ഷരതയുമുള്ള ക്യാമ്പസുകളാണ് നമുക്ക് ആവശ്യം. എങ്കിൽ മാത്രമേ അരാജക പ്രവണതകളെ തടയാനാവുകയുള്ളൂ. അപ്പോൾ അതിന് ക്യാമ്പസുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തന്നെ പോകണം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമായ ക്യാമ്പസുകളിൽ അവർ തമ്മിലുള്ള തർക്കമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തരം അരാജക പ്രവണതകൾ താരതമ്യേന കുറവായിരിക്കും. വിദ്യാർത്ഥികൾ ജനാധിപത്യ ബോധം ഉൾക്കൊണ്ട് ശാസ്ത്രീയ കാഴ്ചപ്പാടോടെ വളരുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. എല്ലാവരും ഈ വികാരത്തിനെതിരെ ഒരേ വികാരമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ചില വ്യത്യസ്തതകളുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാലും അത് മാറ്റി നിർത്തിയാൽ ഒരേ വികാരമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഒരുമിച്ച് എതിർത്ത്, അത് തിരുവഞ്ചൂർ എന്തായാലും ഒരു ചോദ്യം ചോദിച്ച് അടങ്ങുന്നതാണ്. ആയിക്കോട്ടെ, പോസിറ്റീവ് മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് സാർ. ഇവിടെ 2-3 കാര്യം അങ്ങ് പറഞ്ഞു. ഒന്ന് നമ്മുടെ സമൂഹം ചെയ്യേണ്ട കാര്യം, അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിൻ്റെ അകത്ത് വളരെ കൃത്യതയോടുകൂടി ചെയ്യണം. നമ്മൾ സമൂഹത്തെ മുഴുവൻ ആൾക്ക് അതൊക്കെ നമ്മൾ ചെയ്യണം, അതൊരു ഭാഗം. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിനകത്ത് എന്തൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടി വ്യക്തമാക്കിയാൽ അങ്ങയുടെ പ്രസംഗം ക്ലാരിറ്റി ഉള്ളതാണ്. യെസ്, ബഹുമാനപ്പെട്ട CM. ഓക്കെ സർ, ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഇപ്പം തന്നെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുറന്ന് സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയാം. ഇതിനെക്കുറിച്ച് നമുക്ക്
ഒരേ മനസ്സോടെ ഇതിനെ ഒരുമിച്ച് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടതെന്നത് ശരിയാണ്. സർക്കാർ ആ മുൻകൈ എടുക്കും. ഇക്കാര്യത്തിൽ അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, അവർക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ യുവജന സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്, സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, നമ്മുടെ പൊതുവായി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നവരുണ്ട്, സാമൂഹ്യ ശാസ്ത്രജ്ഞരുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു വിശാലമായ ആലോചനാ യോഗം നടക്കണം. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന് തീരുമാനിക്കാം. അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾ, അത് സ്വീകരിച്ച നടപടികൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് ഫലപ്രദമായി സ്വീകരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നായി നിന്നുകൊണ്ട് ഇതിനെ നേരിടാം എന്നതാണ് പറയാനുള്ളത്. യെസ്. ഓർഡർ. ശ്രീ രമേശ് ചെന്നിത്തല അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? യെസ്. ഉപക്ഷേപം സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു. ഉപക്ഷേപം സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു. ഓർഡർ. 2025 കേരള സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു. ഉപക്ഷേപം സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു. ഓർഡർ. 2025 കേരള ധനവിനിയോഗ ബിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. നമ്മുടെ കൗമാരം വഴിതെറ്റുന്നു, അവരെ നേർവഴിക്ക് നയിക്കാൻ ഒരു സാധാരണ പോലീസ് കൊണ്ട് സാധിക്കാത്ത രീതിയിലാണ് അവരുടെ ദിശാബോധം നഷ്ടപ്പെട്ടവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടൊരു പൊതുബോധം അവർക്ക് നേർവഴി നയിക്കാൻ രീതിയിൽ വേണ്ടിവരും. അതിന് കരിക്കുലത്തിനും സിലബസിനും അടക്കം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. നമ്മുടെ വഴിതെറ്റുന്ന കൗമാരത്തെ നേർവഴിക്ക് നയിക്കാൻ പൊതുസമൂഹത്തിന് ഒന്നാകെ ഉത്തരവാദിത്തമുണ്ടെന്നടക്കം മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയായിരുന്നു. അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. അതാണ് പ്രേക്ഷകർ ഇതുവരെ കണ്ടത്. വിശദമായ അപഗ്രഥനം ഉണ്ടാകേണ്ട ഒരു വിഷയമാണെന്നും കൂട്ടായ പ്രവർത്തനം വേണമെന്നും ഈ സ്വഭാവത്തിന് ലഹരിയടക്കം അടിമപ്പെട്ട് യുവത്വവും കൗമാരവും വഴിതെറ്റുന്ന ഒരു ദേശീയ അന്തർദേശീയ സ്വഭാവമുണ്ടെന്നും കൃത്യമായ അപഗ്രഥനങ്ങൾ വേണ്ട വിഷയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. അതൊരു രാഷ്ട്രീയ കോണുകളിൽ നിന്നോ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്തകൾ കൊണ്ടോ കാണേണ്ട വിഷയമല്ല. അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം ഒന്നാകെ വിശാലമായി ചിന്തിച്ച് പലതലങ്ങളുടെ വിഷയമായി ഇതിനെ കൈകാര്യം ചെയ്ത് ഒരു നേരായ മാർഗത്തിലേക്ക് കൗമാരത്തെ എത്തിക്കേണ്ടത് ആവശ്യകത കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. മുമ്പത്തെ കാലത്തെ പോലെയല്ല ഒരു അപ്ഡേഷൻ നമ്മുടെ കൗമാരത്തിന് സംഭവിച്ചിരിക്കുന്നുവെന്നും അവർക്ക് സഹാനുഭൂതിയോ മനുഷ്യത്വവും ഇല്ലാതാകുന്നുവെന്നും അവരെ നേർവഴിക്ക് നയിക്കാൻ പ്രകൃതിയോടിണങ്ങി ജീവിപ്പിക്കാൻ വീടുകളിൽ നടക്കം മാറ്റം വരേണ്ടതുണ്ടെന്നും ഇതിൽ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.